കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ ദൈവമക്കളായ നമ്മൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും നമ്മൾ മുഖാമുഖമായി ദർശിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് വലിയവനായ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം നിവൽക്കാലവും ഇടയായി. ദൈവത്തിന് മഹത്വം, സ്തോത്രം. കാരണം വന്ന എല്ലാ ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം ആഗതമാകാൻ പോവുകയാണ്. എത്രയോ സന്തോഷം. മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തുതി കരയേറ്റുന്ന ഒരു ദിവസം ആഗതമാകാൻ ആ ഒരു പ്രത്യാശയാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ നൽകിയ ജീവനുള്ള പ്രത്യാശ. ദൈവത്തിന് മഹത്വം. വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയായിരിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിലാവേ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് ദൈവമേ, ദൈവമക്കളായ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കണ്ടു അങ്ങയെ മഹത്വപ്പെടുത്താൻ സ്തുതിപ്പാൻ തന്ന വിലയേറിയ സന്ദർഭത്തിനായ ഞങ്ങളെ സ്തുതിക്കുന്നു. പാട്ടുകൾ കൂടെയും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയും ഗാനങ്ങളിൽ കൂടെയും പ്രബോധനങ്ങൾ കൊടുക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയായി. അതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പാണ് ഞങ്ങളായിരിക്കുന്നത്. കടന്നു വന്ന ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശയോടുകൂടി ഞങ്ങൾ നിന്റെ സന്നിധിയിലിരിക്കട്ടെ. കർത്താവെ, നീ വേഗം വരാൻ പോകുന്നു. ആ പ്രത്യാശയോടെ ഞങ്ങളുടെ നാളുകളെ കഴിക്കുവാൻ ഇടയാക്കണമേ. വചനം ഇതിനു മുമ്പായി ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടും താഴ്മയോടും കൂടി ദൈവത്തിലിരുന്ന് അനുഗ്രഹങ്ങൾ കൃപങ്ങൾ പ്രാപിപ്പാൻ കർത്താവെ, നീ തരുന്ന ആലോചനകളെ ഏറ്റെടുത്ത് അത് വിശ്വസ്തയോടുകൂടെ കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്താൻ, സ്തുതിപ്പാൻ, വ്യാപാരം ചെയ്യുവാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ സഹായിക്കണം. യേശു ക്രിസ്തു വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ആമുഖമായ ചില കാര്യങ്ങൾ പറയുവാൻ തക്ക ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ ഇന്ന് ആ മുഖം ദർശിച്ചുകൊണ്ട് നിവൽക്കാലം ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്കിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം തരുന്നതായ ആലോചനകളെ, ദൈവം തരുന്നതായ ദൂതുകളെ, ആലോചനകളെ നാം ഏറ്റെടുത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് അറിയിച്ചതിനായ കർത്താവ്, വാഗ്ദത്ത പ്രകാരം കർത്താവ് നമ്മുടെ മധ്യത്തുണ്ട്. ഓരോ ദൈവത്തിൻ്റെയും അടുത്ത് വന്ന് കാതുകളെ കുറിച്ച് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു. അനുഗ്രഹത്തിൻ്റെ ഒരു നിറഞ്ഞ പാത്രമായി നമ്മൾ ഓരോരുത്തരുടെയും അടുക്കൽ ഇങ്ങനെ അടുത്ത് ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും അദൃശ്യനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നീ തരുന്ന ആലോചനകളെ, ദൂതുകളെ ഞാൻ ഏറ്റെടുക്കുവാൻ എൻ്റെ ഹൃദയം ഒരിക്കൽ കൂടി ഞാൻ ചായ്ക്കുകയാണ്. അപ്പോൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹങ്ങളെ അവർ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്നു. ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കണം കഴിയുന്നത്. അത് ഏറ്റെടുത്ത് വരും ദിവസങ്ങളേക്കാൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വിശ്വസ്തയോട് വ്യാപാരം ചെയ്ത് നല്ലവനും വിശ്വസ്തനുമേ എന്നുള്ള ദാസന്റെ ആ മറുപടി കേൾക്കുവാൻ തക്കണം നമുക്കിടയായിത്തീരണം. ഒന്ന് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചു വെച്ചു. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ദുഷ്ടനും മടിയനുമായ ദാസൻ. കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതൽ കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടുകൂടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ നിയോഗപ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം എപ്പോഴും ഞങ്ങൾക്കത് നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃതജ്ഞത ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോട് ദിവസങ്ങളിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗമാണ് 1 പത്രോസ് എഴുതിയ ലേഖനം. പത്രോസ് എഴുതിയ ലേഖനം 1 Peter chapter 1. 1 Peter chapter 1. അവിടെ വായിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ശബ്ദം ഉയർത്തി ആർക്ക് വേണമെങ്കിലും അതൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനയിലും ചുറ്റുപാർക്കുന്ന പ്രദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമാർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം.
അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദേശത്തിൽ കാക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയവും മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ വാസനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങൾ അനേക ആത്മീകമായ മർമ്മങ്ങൾ, ആത്മീകമായ സത്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി ഓരോ വാക്കുമെടുത്ത് പറയുമ്പോൾ അനേക സമയങ്ങൾ അതിനെക്കുറിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം ചില കാര്യങ്ങൾ അതിൽ കൂടെ പറഞ്ഞതിന് ശേഷം എൻ്റെ വാക്കുകളെ ഒന്ന് വിരമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിനെ പറ്റി പറയുമ്പോൾ അവിടെ കാണുന്ന കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുത്തു. ദൈവങ്ങളെ നമ്മളെയും ദൈവം അതാത് സമയങ്ങളിൽ നമ്മളെയും തിരഞ്ഞെടുത്തു. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ദൈവനാമത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. നമ്മൾ ദൈവനാമത്വത്തിന് വേണ്ടി വേല ചെയ്യണം. വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യണം. പത്രോസിനെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. പത്രോസിൻ്റെ പത്രോസിൻ്റെ തീക്ഷ്ണത, സമർപ്പണം, ധൈര്യം അവനെ ശിഷ്യഗണത്തിൽ മുമ്പനാക്കി. ദൈവത്തിന് മഹത്വം, സ്തോത്രം. യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞതും പിന്നീട് തള്ളിപ്പറഞ്ഞതും പത്രോസ് തന്നെ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഗലീല കടൽപ്പുറത്തെ പ്രത്യക്ഷയ്ക്ക് ശേഷം പത്രോസ് പലസ്തീനിലും മറ്റനേക രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ആയിരങ്ങളെ കർത്താവിലേക്ക് നടത്തുവാൻ ഇടയായിട്ടുണ്ട്. ഒരിക്കൽ യേശുവിനെ ആ ഗെത്സമനയിൽ വെച്ച് തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നെയും ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകളെ ഏറ്റുകൊണ്ട് ഉപേക്ഷിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് ആ ആലോചനയ്ക്ക് ദൈവത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിൻ്റെ ഗലീല കടൽപ്പുറത്ത് പ്രത്യക്ഷ ശേഷം പത്രോസ് പലസ്തീനിലും മറ്റനേക രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ആയിരങ്ങളെ കർത്താവിലേക്ക് നടത്തി. ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പത്രോസിന്റെ ലേഖനം വായിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ അനേക കാര്യങ്ങളെ കുറിപ്പാൻ തക്കണം, അത് കുറിച്ചിടുവാൻ തക്കണം. ദൈവം എനിക്ക് കൃപ നൽകി. അധിക സമയങ്ങൾ ചെലവഴിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് അനേക കാര്യങ്ങൾ കുറിപ്പാൻ തക്കണയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ വായിച്ചു യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലൻ. ദൈവത്തിന് മഹത്വം. പത്രോസ് ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസികളായിത്തീർന്ന ഈ യഹൂദന്മാർക്ക് വേണ്ടി എഴുതുന്നു. ഈ വേദഭാവം വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, വിവിധ ഇടങ്ങളിലായിരിക്കും ലോകത്തെമ്പാടുമുള്ള സകലർക്ക് വേണ്ടിയും ഇത് എഴുതുന്നു. വിശ്വാസികൾക്ക് വേണ്ടി ഇത് എഴുതുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, പ്രത്യാശ നൽകുക. ദൈവത്തിന് മഹത്വം. ഈ ലേഖനത്തിലൂടെ കർത്താവിൻ്റെ കഷ്ടത, ശ്രേഷ്ഠത, മഹത്വം മൊത്തമായിട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിത്തീർന്നു. ഉന്നതനായ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ നമ്മെ രക്ഷിച്ചു. ആ രക്ഷകൃപയാൽ നമുക്ക് ലഭിച്ചു. കർത്താവ് ഭൂമിയിൽ നിന്ന് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടതയുടെ വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട്, ആ ക്രൂശിമരണം മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഇല്ല എങ്കിലും എൻ്റെ ഹിതമല്ല ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളെ സമർപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ പുത്രനെ യാഗമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, കല്ലറ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗസിംഹാസനത്തിൽ മഹത്വമണിഞ്ഞവനായി നമുക്ക് കാണും. ഈ 3 കാര്യങ്ങൾ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു പത്രോസിൻ്റെ ഈ ലേഖനങ്ങളിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് മഹത്വം. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ചില പ്രാധാന്യം എന്താണുള്ളത് അതുകൂടെ നാം ദൈവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു സുവിശേഷങ്ങളെ അറിയിച്ചിരിക്കുന്നത് പോലെ സമാനമായ പ്രയോഗങ്ങൾ ഈ ലേഖനത്തിലും നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. സഭയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹമെന്നാണ് പത്രോസ് പറയുന്നത്. അതുപോലെ സഭാംഗങ്ങളെ ആടുകളായും സഭാ ശുശ്രൂഷകന്മാരെ ഇടയന്മാരായും ചിത്രീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസികളെ പ്രബോധിപ്പിക്കുക എന്നാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. പുനരുദ്ധാനം ചെയ്ത വീണ്ടെടുപ്പുകാരനുള്ള പ്രത്യാശ നിമിത്തം
കഷ്ടതയിലും പൂർണ്ണ സ്ഥിരത കാണിക്കണം എന്നാണ് പത്രോസ് പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പീഡ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ നിലനിർത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക. നീറോ ചക്രവർത്തിമാർ കൈസരുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന് ആദ്യ കൂട്ടായ്മയായിരിക്കുന്ന യഹൂദന്മാരായ വിശ്വാസികൾ വളരെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പലരും വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു. പലരും പലായനം ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിഥുന്യ, അവിടെയൊക്കെ വിശ്വാസികൾ ചിതറിപ്പാർത്തു. അന്യരും പരദേശികളുമായി അവിടെ ആ ദേശങ്ങളിൽ ആ സ്ഥലങ്ങളിൽ അവർ ചിതറിപ്പാർക്കുവാൻ തക്കനിടയായിത്തീർന്നു. പിന്നെയും രണ്ടാമത് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അവരോട് പറയുകയാണ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി മൃതന്മാരായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. എത്ര നല്ലൊരു അഭിസംബോധനയാണ് അവിടെ പറയുന്നത്. നല്ല ഒരു അഭിസംബോധന. ക്രിസ്തുവേശുവിനുള്ള അപ്പോസ്തലൻ, ക്രിസ്തുവേശു തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ ഈ ചിതയിപ്പാർക്കുന്ന വിശ്വാസികളോട് പറയും, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ശിഷ്യന്മാരുടെ എൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോട് കൂടെ. ദൈവത്തിന് മാത്രം ആ ദിവ്യ സമാധാനത്താൽ എപ്പോഴും ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മൂന്നാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവ് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശിക്കുക എൻ്റെ കാലത്തിൽ വെളിപ്പെടുവാൻ യോജിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിന് ക്ഷേമാലയം വാട്ടൊന്നുമില്ലാത്ത അവകാശനായി വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവ് നൽകുന്ന യുഗത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ ലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് നമ്മളെ ചില നിയോഗങ്ങൾ തരും, ചില കൽപ്പനകൾ തരും. അതിലത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളത് നാം ഒരു നാം ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ തക്കണം. മുമ്പിനോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും തിരിച്ചു വന്ന് തിരുനാമഹത്വത്തിന് വേണ്ടി അത് പ്രവർത്തിക്കും. ഒരിക്കൽ തള്ളി പറഞ്ഞു, എന്നാൽ വീണ്ടും തിരിച്ചു വന്ന് കർത്താവ് ഏൽപ്പിച്ചായ നിയോഗം പ്രകാരം പരമാർത്ഥ ഹൃദയത്തോടും തീഷ്ണതയോടും ഉത്സാഹത്തോടും അത് നിറവേറ്റിയെന്നുള്ളതാണ്. കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ വളരെ ദയനീയമായി വധിക്കപ്പെട്ടു. വളരെ ദയനീയമായ രീതിയിൽ പത്രോസിനെ തലക്രൂശായി ക്രൂശിച്ചു എന്നാണ് പറയുന്നത്. പല ശിഷ്യന്മാരും വളരെ ക്രൂരമായി വിധിക്കപ്പെട്ടു. യോഹന്നാനെ എണ്ണയിലിട്ട് തിളപ്പിച്ചു എന്ന് പറയുന്നു. അത്രമാത്രം ക്രൂരമായ അനേക വിശുദ്ധന്മാർ, അനേക വിശ്വാസികൾ നാമോത്തത്തിന് വേണ്ടി നിലനിന്നപ്പോൾ അവർക്ക് വലിയ കഷ്ടതയായിരുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലവിധമായ കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതികൂലമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു എന്ന് വരാം. നാം ധൈര്യപ്പെടാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ തക്കണം. ദൈവം അധികം കൃപ നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ സമാധാനം നമ്മളോട് കൂടെ ഉണ്ട്. എപ്പോഴും നമ്മുടെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദത്തം എത്ര വലുതാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടൊന്നും അധൈര്യപ്പെടാതെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് നല്ലൊരു വിശ്വസ്തനുമായ എൻ്റെ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ ഇടയായിത്തീരണം. നാം അടുത്ത ആഴ്ച കടന്നു വരുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചതിന് കൂടുതലായി വ്യാപാരം ചെയ്ത് ദൈവനാമത്തോടെ പ്രവർത്തിപ്പാൻ കഴിയണം. കർത്താവെ ദൈവം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടുതൽ സമയം ചെലവെടുത്ത് നമ്മുടെ കുളത്തിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുവാൻ പോലും മടികളുള്ളതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വഹിക്കാതെ ഭൗതികമായ കാര്യങ്ങളിൽ, ലോകപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് നമ്മൾ അതിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് കർത്താവെ നീ എന്ന ആലോചന, നീ എന്ന നിയോഗപ്രകാരം പത്രോസിനെ പോലെ അത് വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ കഷ്ടത, ശ്രേഷ്ഠത, മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു. ആ ശ്രേഷ്ഠത എന്താണ്? മഹാശ്രേഷ്ഠത ദൈവഹിതത്തിൻ്റെ അന്ത്യത്തോളം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഉയർത്തി.
ഇടയശ്രേഷ്ഠൻ, അതിശ്രേഷ്ഠനായ ദൈവം, ഇന്ന് മഹത്വമണിഞ്ഞവനായി ദൈവസന്നിധിയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഈ 3 വിഷയങ്ങൾ, ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കൊണ്ടിടയായിരുന്നു. കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസമുള്ള പ്രബോധനവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പത്രോസ് അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ അധ്യായം എഴുതിയത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവാത്തിന് സ്തോത്രം, മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശിക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ എനിക്ക് രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവത്തിൽ കാക്കപ്പെടും നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കുന്ന ക്ഷേമാല്യമായിട്ടല്ലാത്ത വാസനത്തിൻ്റെ വേണ്ടി ജനിപ്പിച്ചു. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അമാനന്ദിക്കുന്നു ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ട്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിനായിട്ടുള്ള ദാഹം നമ്മെ ഉണർത്തുന്നു. പാപികളായ അവർക്ക് വേണ്ടി ആ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുന്നു. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു ദാഹം എപ്പോഴും ഉണ്ടായിരിക്കും. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. പാപക്ഷമയ്ക്കായി ക്രൂശിലേക്ക് നമ്മെ നടത്തുന്നു. നാം പാപം ക്ഷമിക്കപ്പെട്ട് എന്ന് ഉറപ്പ് വരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ നിബോധക്കാലം 84 സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചു കേട്ടു, പല ആലോചനകളെ നമ്മൾ കേട്ടു. കൃപയും കരുണയും സ്നേഹവും അത് എവിടെ നിന്നോ ആ ഉറവിടത്തിൽ നിന്ന് അത് ഒഴുകുകയാണ്. അപ്പോൾ ആ കൃപയും കരുണയും അത് കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ആ സങ്കീർത്തനക്കാരൻ അതോർത്ത് ദൈവത്തിന് മഹത്വം കഴിയും. എപ്പോഴും ആ മനോഹാരിത, ആ ആലയത്തിലെ മനോഹാരിത, യാഗപീഠത്തിലെ ആലയത്തിലെ മനോഹാരിത കണ്ട് അത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ മനോഹാരിതയുടെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ നിൻ്റെ ആലയത്തിലേക്ക് കടന്നതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കുന്ന ആഗ്രഹിക്കുന്നു. ആ മനോഹാരിത എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആ വാക്കുകളിൽ കൂടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. പുനരുത്ഥാനം നമുക്ക് അധികം ഉറപ്പ് നൽകുന്നു. 1 Corinthians chapter 15:49, Romans 8:11 വായിക്കുമ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനമാണ്. അനേകർ ദൈവമെന്ന് പറഞ്ഞു വന്നവർ അനേകരും മണ്ണിരയായി മണ്ണിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്തു. 3ാമത് സുഖത്തിൽ ആ പുനരുത്ഥാനം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയോടെ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു, കഷ്ടമനുഭവിച്ചു. കാൽവരിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമാണ് കാൽവരിയിൽ മരിച്ചു. നാമും അവരോടൊപ്പം കർത്താവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നാം പുനരുത്ഥാനം ചെയ്യുന്ന ഒരു നാഴിക വരുന്നു. ആ പുനരുത്ഥാന ദിവസം കർത്താവിനെ മുഖാമുഖമായി കൊണ്ട് ആരാധിക്കുന്ന ഒരു സുദിനം ആഗതമാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പല കാര്യങ്ങൾ ആ 2-3 വാക്യങ്ങളിൽ തന്നെ അനേക കാര്യങ്ങൾ അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ 4 വീക്ഷണങ്ങൾ 1, 4, 5 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. വിശ്വാസത്താൽ കാക്കപ്പെടുന്നവർ, നമ്മുടെ രക്ഷ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു. ഒരുവൻ വിശ്വാസത്തിൽ നടക്കുന്നില്ലെങ്കിൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ഒരു 3 രക്ഷയുടെ കാര്യത്തെപ്പറ്റി, ത്രികാല രക്ഷ, വിശ്വാസത്താലുള്ള രക്ഷ പ്രാപിച്ചു, തുടർമാനമായുള്ള വിശ്വാസം മൂലം പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്താണ് ആ ത്രികാല രക്ഷ എന്ന് പറയുന്നത്? 1 ആത്മരക്ഷ, 2 ദേഹരക്ഷ, 3 ദേഹിരക്ഷ. ദൈവത്തിന് മഹത്വം, സ്തോത്രം ചെയ്യുന്നു. 1-5 നാമാകുന്ന അവകാശത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് 3 പറ്റിയും നമ്മുടെ വിശ്വാസം പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് അനുദിനം നമ്മെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപത്തിൻ്റെ അധീനതയിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി.
അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്കുള്ളതാണ് ദൈവരാജ്യം. ദൈവത്തിന് വീണ്ടും പറയുന്നു 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അവകാശത്തെ പറ്റി പറയുമ്പോൾ ക്ഷയം, മാലിന്യം, വാട്ടം എന്നല്ലാത്ത അവകാശനായി വീണ്ടും വെച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്കുള്ളതാണ് ദൈവരാജ്യം. അത് ക്ഷയമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്തതാണ്. ആ ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ നാനാവിധ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരും. യോബിന് പ്രധാനമായ ഒരു ഉദാഹരണമാണ്. ആനന്ദത്തിൻ്റെ ദിവസം വരുന്നു, നാം ആനന്ദിക്കും. തീയിൽ ശോധന കഴിക്കുന്ന ആ അഗ്നിശോധന, അത് പരിശോധിക്കപ്പെടുന്നതിൻ്റെ പരിണിത ഫലം പുകഴ്ച, തേജസ്സേ, മാനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. കണ്ടിട്ടില്ലെങ്കിൽ നാം അവനെ സ്നേഹിക്കുന്നു. 1:8 ശിഷ്യന്മാർ അത് കേട്ടു. വിശ്വസിക്കണമെങ്കിൽ കാണണമെന്നില്ല, നമ്മൾ കാണാതെ വിശ്വസിക്കുന്നു. സ്തോത്രം. കാണാതെ വിശ്വസിച്ചവർ 2 കൊരിന്ത്യർ 5:7 നോക്കുമ്പോൾ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നാം ശിഷ്യന്മാർ നേരിട്ട് കണ്ടു വിശ്വസിച്ചു. നമ്മൾ കാണാതെ വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്നത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ദൈവത്തിന് മൊത്തം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. ദൈവത്തിന് മഹത്വം. പിന്നെ വായിക്കുന്നത് പ്രത്യാശയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് പ്രത്യാശയുടെ വിവിധമായ വശങ്ങൾ? നമുക്ക് വന്നിരിക്കുന്ന പ്രത്യാശ അത് ജീവനുള്ളതാണ്. 1 പത്രോസ് 1:3-5 നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ തക്കണം. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവനുള്ള ഒരു പ്രത്യാശ നമുക്ക് ഉള്ളത്തിലുണ്ടാകുവാൻ തക്കനിടയായിത്തീരുന്നത്. ആ പൂർണ്ണ പ്രത്യാശയോടുകൂടി ഈ നാളുകൾ കഴിക്കുവാൻ ഇടയായിത്തീരട്ടെ. ആ പ്രത്യാശയെപ്പറ്റി പറയുമ്പോൾ വിവിധ വശങ്ങൾ ഏതാണെന്നുള്ളത്: 1 ജീവനുള്ള പ്രത്യാശ, 2 പൂർണ്ണ പ്രത്യാശ, ഏറെ നല്ല പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, മഹത്വത്തിൻ്റെ പ്രത്യാശ, നിർമ്മലീകരിക്കുന്ന പ്രത്യാശ, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഈ വിവിധ വശങ്ങളെ കൊണ്ട് എപ്പോഴെങ്കിലും നാം ചിന്തിക്കാറുണ്ടോ? ഏതെല്ലാം പ്രത്യാശയാണ് ദൈവജനത്തിനുള്ളത്? നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയാണ്. അത് നമ്മെ നിർമ്മലീകരിക്കുന്ന പ്രത്യാശയാണ്. അത് മഹത്വത്തിൻ്റെ പ്രത്യാശയാണ്, ഭാഗ്യകരമായ പ്രത്യാശ, ഏറെ നല്ല പ്രത്യാശ. ദൈവത്തിൻ്റെ മഹത്വം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. പൂർണ്ണ ആ പ്രത്യാശ തന്നിരിക്കുന്ന ഉദ്ദേശം അതാണ്. ദൈവത്തോട് അടുക്കണമെന്നതിനുള്ള പ്രയോജനം ഏറെ നല്ല പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശയെപ്പറ്റി തീത്തോസിൻ്റെ 2:12 വായിക്കുമ്പോൾ നമ്മുടെ നടപ്പ് അതുപോലെ നന്നായിരിക്കണമെന്ന് പറയുന്നു. സ്തോത്രം. കൊലോസ് ലേഖനം 1:27 വായിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നോക്കുന്നു. 1 യോഹന്നാൻ 3:3 നമ്മളെ നിർമ്മൂലയിരിക്കുന്നതാണ് ഈ പ്രത്യാശ, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതാണ് ഈ പ്രത്യാശ. ആകയാൽ ദൈവമുള്ള പ്രത്യാശ എത്ര വലുതാണ്, എത്ര ഘനമേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. ദിനം തോറും ആ പ്രത്യാശയെ പുതുക്കി നമ്മുടെ കർത്താവിന് വരവേറ്റ താമസം വരുവാൻ പോകുന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ നിയോഗം, നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഏറ്റെടുത്ത് ആ വിശ്വസ്തയോടുകൂടി നമുക്ക് വ്യാപാരം ചെയ്യാം. ദൈവത്തിന് മഹത്വം. പ്രത്യാശയെപ്പറ്റി വീണ്ടും പറയുന്നത് നിലനിൽക്കുന്ന പ്രത്യാശ, അത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ നങ്കുരമായ പ്രത്യാശയാണ്. അത് നമ്മെ നിർമ്മലീകരിക്കുന്ന പ്രത്യാശയാണ്, ഭാഗ്യകരമായ പ്രത്യാശയാണ്. നാം ഒരിക്കൽ പറയും, ഞാനോ നീതിയിൽ നിന്നെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാവും. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടുതൽ സമയം ഞാൻ എടുക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി നമുക്ക് ചെല്ലണം. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ദൈവത്തിന് മഹത്വം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നാം ദൈവത്തിലുള്ള ആശ്രയം ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 1:7 വായിക്കുമ്പോൾ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അതിയുടെ ഒരു വിശ്വാസം പരിശോധിക്കപ്പെടുന്നതിൻ്റെ പരിണിത ഫലമാണ്. പുകഴ്ചയും തേജസ്സും മാനവും പുകഴ്ചയും നമ്മുടെ വാക്കുകൊണ്ടും മാനം പ്രവൃത്തി കൊണ്ടും വെളിപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് പുകഴ്ച അഭിനന്ദന വാക്കുകളാണ് ആയിരിക്കും. ദൈവം ക്രിസ്തുവിന് നൽകിയ തേജസ്സിലും മാനത്തിലും അവന് വിശ്വാസികളെയും ഓഹരിക്കാരാക്കും. മാത്രമല്ല, നമ്മെ വിശ്വസ്തയോടെ കാത്ത ദൈവത്തിനും അത് തേജസ്സും മാനവുമായിരിക്കും. ഇപ്പോൾ കണ്ടിട്ടെങ്കിലും നാം കാണാതെ വിശ്വസിച്ചുകൊണ്ട് കാണാതെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ഒരു സന്തോഷമാണ് ആ പ്രത്യക്ഷ. കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ അത് സമ്പൂർണ്ണമായി നാം പ്രാപിക്കും. വിശ്വാസിയുടെ സന്തോഷം യേശുവിനുള്ള സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാനം വിശ്വാസവും അത്രേ. നമ്മുടെ സന്തോഷം വർണ്ണനാതീതമാണ്. ഇന്ന് സന്തോഷം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന് മഹത്വം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഇവിടെ കാണുവാൻ തക്കണം. ആകയാൽ 13-ാം വാക്യം, നമ്മുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് കൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ ജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോളം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുകയും മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കൊണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുകയും വ്യർത്ഥവും പുത്രപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവും നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ട് അത്രയും നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നാം വായിക്കുമ്പോൾ നിങ്ങളുടെ 21-ാം വാക്യം കൂടെ വായിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിനെ ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന് തേജസ്സും കൊടുത്തിരിക്കുന്നു. എന്നാൽ ആ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവാച്യമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ തീർന്നു പോയി, കർത്താവിനോ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. ഈ വചനമാണ് നിങ്ങളോട് സംസാരിച്ച സുവിശേഷം. പത്രോസിനെ നിയോഗിച്ചയച്ചു. ആ നിർമ്മല സുവിശേഷം ചിതപ്പാർത്തിൽ ആ വിശ്വാസികളെ അറിയിച്ചു. നിങ്ങളുടെ വിശ്വാസം ഒരിക്കൽ പോലും പുറകോട്ട് പോകാൻ പാടില്ല. ദിനംതോറും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. കഷ്ടതയുണ്ട്, പരിശോധനയുണ്ട്, ഇതെല്ലാം മാറിപ്പോകുന്നൊരു ദിവസമുണ്ട്. ദൈവം നമ്മുടെ കഷ്ടതയിലും നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ ഒരു ജീവനുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കുകയാണ്. ആ പ്രത്യാശയോടുകൂടെ നമ്മൾ നാളിലേക്ക് കഴിക്കാം. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ദൈവമക്കൾക്ക് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവ ആലോചന പ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ നിയമപ്രകാരം അത് മുന്നോട്ട് പോകാൻ ദൈവനാമത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കാം. കർത്താവെ, ഞാൻ 5 കൂടെ സമ്പാദിച്ചു, 2 സമ്പാദിച്ചു, ഞാൻ 2 കൂടെ സമ്പാദിച്ചു. അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം എത്രമാത്രം ഉയർന്നു നമുക്ക് മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാൻ തക്കണം കഴിയണം. ദൈവത്തിനാകയാൽ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറട്ടെ. ദൈവത്തെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം.